രാവിലെ തന്നെ പണി കിട്ടിയ ദിവസം രാവിലെ EMIക്കുള്ള പൈസയെല്ലാം നുള്ളിപ്പിറക്കി കൊണ്ടുവന്ന് നമ്മുടെ കുണ്ടറ ആശുപത്രിമുക്ക് SBIയുടെ ഡെപ്പോസിറ്റ് മെഷീനിൽ കൊണ്ടിട്ടതാ. 19,700 രൂപ. അണ്ട് ഇത് കണ്ടോ, ഇവിടെ നിന്നാണ് നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്തത്. ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇത് എന്തോ കംപ്ലൈൻ്റ് ആണെന്നും പറഞ്ഞ് കാണിച്ചു. ഡെപ്പോസിറ്റ് ചെയ്ത് പൈസയും പോയി. പൈസ പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കാണിക്കുകയും ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അവിടെ 10 മിനിറ്റ് നിന്നപ്പോഴത്തേന് ഇത് റെഡിയായി. നമ്മുടെ സമയദോഷം ആയിരിക്കും. എന്തായാലും കൊള്ളാം. ഇന്ന് ഞായറാഴ്ച, ബാങ്കും ഇല്ല. ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബാങ്ക് തുറന്നിട്ട് ബാങ്കിലൊരു പരാതി കൊടുക്കണം. പരാതി എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേന് 24 മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അത് എപ്പോൾ വരും അവർക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ സിവിൽ സ്കോറും കോപ്പൊന്നും ഇവർക്കൊന്നും പ്രശ്നമില്ലല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അത്യാവശ്യത്തിന് എന്തെങ്കിലും ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എല്ലാ പണിയാണ്. ഗതികെട്ട ഒരു ഞായറാഴ്ച ഉണ്ടാവുക കർത്താവേ. ഒന്നാലേ 28 ദിവസം, ഫെബ്രുവരി 28 ദിവസം അതുകൊണ്ട് നമുക്ക് പൈസ കിട്ടും. ഇത് മാത്രം ഉണ്ടാകപ്പാട് തെളിവ്. ഇവന്മാർക്കെതിരെ നമുക്കൊരു പണി കൊടുക്കണം. നമ്മുടെ സമയവും നമ്മുടെ സിവിൽ സ്കോറും ഒക്കെ ഇവർക്കെല്ലാം എതിരെ നല്ല പണി കൊടുക്കാൻ പറ്റണം. അതിനെന്താ ഓപ്ഷൻസ് എന്ന് നോക്കണം. കാരണം നമുക്കൊരു ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്, നമുക്ക് അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഇത് EMI ആണ്, ഇത് അത്യാവശ്യമാണ്. നമ്മുടെ സിവിൽ സ്കോറും കോപ്പെല്ലാം പോയി നോക്കണം. പോവുകയാണെങ്കിൽ SBI എന്നിട്ട് വിളിച്ചപ്പോൾ അവർ പറയാ അവർക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നാളെ ബ്രാഞ്ച് തുറക്കണം. ഞായറാഴ്ച എന്നും പറഞ്ഞ് നമ്മളെ സമയത്തിനും നമ്മുടെ കാശിനൊന്നും ഒരു വിലയില്ല. നമ്മളൊരു ലോൺ മുടങ്ങി കഴിഞ്ഞാൽ ചെക്ക് ബൗൺസ് ആയെന്നും പറഞ്ഞ് ബാങ്കുകാർ പൈസ മേടിക്കും, പിന്നെ ഫിനാൻസുകാർ പൈസ മേടിക്കും. അപ്പം നമ്മുടെ പൈസയ്ക്ക് നമ്മളെ സമയത്തിനൊന്നും ഒരു വിലയില്ലാത്ത രീതിയിലാണ് ഈ നാളുകൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. പൈസ പോയി എന്ത് ചെയ്യുമാവോ?